ഹലോ, ഇന്ന് എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് ചിയാ സീഡ് വാട്ടർ വെച്ചിട്ടാണ്. ആസ് യൂഷ്വൽ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. ഇന്നലെ പിന്നെ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഹെവി ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 12 മണിക്ക് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കിയത്. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ലഞ്ച് ടൈമിൽ ഞാൻ ഈ ഒരു ഓറഞ്ച് മാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നേരത്തെ ചിയാ സീഡും ഈ ഒരു ഓറഞ്ചും ഇന്ന് ഞാൻ മാക്സിമം ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച് ടൈമിന് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹായ്, ഇന്ന് 17ാമത്തെ ദിവസമാണ്. ഇന്ന് എനിക്ക് നേരെ ഫുഡിൻ്റെ ഒന്നും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. കാര്യം എനിക്ക് അത്യാവശ്യം നല്ല തലവേദനയും എനിക്ക് ഓക്കെ അല്ലായിരുന്നു, ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു. രാവിലത്തെയും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതും ഉച്ചയ്ക്കുള്ളതും കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. പിന്നെ ഈവനിങ് നൈറ്റ് ആയപ്പോൾ ഞാൻ ആകെ കഴിച്ചത് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചിയാ സീഡ് വെള്ളം, ചൂട് ചിയാ സീഡ് വെള്ളം മാത്രമാണ് ഞാൻ കുടിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കഴിക്കേണ്ടി വന്നത്. ഇപ്പം ഞാനിത് എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു കുറച്ച് നേരം, ഒരു 9 മണിയൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ ആയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഫിസിക്കലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. എൻ്റെ മീൻസ് അതിന് മുന്നത്തെ ദിവസങ്ങൾ ഞാൻ ഇതുപോലെ 16ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ ചീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചീറ്റിൻ്റെ എഫക്റ്റ് ഒന്നും അല്ല ശരിക്കും. മേ ബി തണുപ്പ് ആയതുകൊണ്ടായിരിക്കാം. ഓരോ ദിവസം കഴിയുന്നതോറും തണുപ്പ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തലവേദന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഫുഡ് കഴിക്കാനായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, വയറൊരു ഫില്ലിംഗ് ആയ ഒരു ഫീലുണ്ട്. കാര്യം അന്ന് ഇന്ന് തന്നെ രാവിലെ ആയിരുന്നു ഞാൻ ഫുഡ് കഴിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വയറ് ഫില്ലിംഗ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ ഫുഡോ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ഫുഡൊന്നും എടുത്തില്ല ഇന്ന്. അതുകൊണ്ട് ഇന്നിങ്ങനെ കഴിഞ്ഞു. നാളത്തെ ദിവസം എന്തായാലും ഞാൻ നല്ല രീതിയിൽ കറക്റ്റായിട്ട് വെയിറ്റ് ഞാൻ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകും. അതുകൊണ്ടാണ് എനിക്കൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. അപ്പോൾ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിച്ചേക്കുന്നത് ചിയാ സീഡ് വാട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ചിയാ സീഡ് വാട്ടർ വെച്ചിട്ടാണ് എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രോട്ടീനോ കാർബ്സോ ഫൈബറോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എങ്കിലും എനിക്ക് വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ 12 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് നൈറ്റ് ഒരു 7 മണി ആയപ്പോൾ അല്ലെങ്കിൽ 7-7:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പോഴും ആ ഒരു ചെറിയൊരു തലവേദന ഉണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴും ചെറിയ രീതിയിൽ എനിക്ക് തലവേദനയുണ്ട്. അപ്പോൾ ഫിസിക്കലി ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. നാളത്തെ ദിവസം ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പിന്നെ എൻ്റെ ചീറ്റ് ഡേ കണ്ടിട്ട് എന്ത് തോന്നി? ഞാൻ ചീറ്റ് ഡേ എടുത്തത് കണ്ടില്ലേ? ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ജങ്ക് അടിച്ചിട്ടാണ് ഞാൻ ചീറ്റ് ഡേ എടുത്തിട്ടുള്ളത്. നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് ഞാൻ. ഇപ്പോൾ ബിരിയാണി ഓക്കെ, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് വെച്ചിട്ടാണ് ഞാൻ ചീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചീറ്റ് പൊതുവേ ഞാൻ ഈ ഒരു രീതിയിൽ ചീറ്റ് ഡേ എടുക്കുന്ന കുറവാണ്. ഇന്നലെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചീറ്റ് മീലാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഫുൾ ചീറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ശരിക്കും അതിലൊരു റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും, മുമ്പേ നിങ്ങളും ഈ വെയിറ്റ് ലോസ് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 ദിവസത്തെയോ ഒരു 3 ദിവസത്തെയോ ഒരു കാര്യമില്ലേ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മുമ്പേ തുടങ്ങിയ ഉള്ളൊരു ബെസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡയറ്റുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചീറ്റ് എടുത്താൽ നമുക്ക് പിന്നെ ആ പഴയതിലോട്ട് നമുക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഒരു 1-2 കിലോ ഒക്കെ ആ സമയത്ത് കുറഞ്ഞിട്ടായിരിക്കും നമ്മളിത് ചെയ്താൽ ചില ഗ്രാമുകൾ മാത്രമേ നമുക്ക് കൂടുള്ളൂ. അതിൽ കൂടുതൽ അങ്ങനെ വലുതായിട്ട് കൂടാനുള്ള ചാൻസ് ഇല്ല. എനിക്ക് വെയിറ്റ് കൂടി കേട്ടോ. ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വെയിറ്റ് കൂടുതൽ തന്നെയാണ്. ഇനി എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കൂടി. വിഷമമൊന്നുമില്ല. നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ടില്ലേ നമ്മൾ വെയിറ്റ് കൂടിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ നേരമാണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് നമ്മൾ ചാലഞ്ച് ചെയ്യുമ്പോൾ കാരണം ഡെയിലി വെയിറ്റ് നമ്മളിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ വയ്യായിക വരാം. ചിലപ്പോൾ ഈ വയ്യായിക ചിലപ്പോൾ ഒരാഴ്ചത്തോളം ആവാം. ഇപ്പം തന്നെ കൂടുതൽ എനിക്ക് ഈ വെയിറ്റ് ലോസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നില്ല. കാര്യം തണുപ്പായതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഒന്ന് വയ്യായിക ആയിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസ് ഒന്നും നേരെ വേണം കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഡയറ്റ് പോലും നേരെ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നാളെ ഞാൻ പറയാം കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജിമ്മിലൊന്നും എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. നാളത്തെ വീഡിയോസിൽ ഞാൻ പറയുന്നതാണ്.
ഒരു ചെറിയൊരു വിഷമമുണ്ട്. ഇന്ന് എനിക്ക് വെയിറ്റ് ഇത് എടുക്കാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ തലേ ദിവസം കഴിച്ച ഫുഡെല്ലാം കൂടി ഇന്നത്തെ ചിലപ്പോൾ അത് ബാലൻസ് ആയി പോവാം. അതുകൊണ്ട് വയ്യാത്തത് കൊണ്ട് ബാലൻസ് ആയി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. എനിക്ക് വയറെന്നങ്ങനെ എനിക്ക് എന്താ വിശപ്പ് എന്നുള്ളൊരു ഫീൽ എനിക്ക് വരാത്തത് കൊണ്ടാണ്. മെയിനായിട്ട് എനിക്ക് ഒരുപാട് ഓവർ ചങ്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബ്ലോട്ടിങ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്കൊരു ചെറിയതായിട്ട് തലവേദന വന്നത്. നിങ്ങളെ വെയിറ്റ് ലോസ് ഏത് രീതിയിലാണ് കൊണ്ടുപോയത് എന്നെല്ലാം എന്നോടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസും എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും എൻ്റെ മാക്സിമം ഞാൻ റിപ്ലൈ ഞാൻ തരുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ തരുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അക്കൗണ്ട് കൊടുത്തേക്കാം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അതല്ല നിങ്ങൾക്ക് കമൻറ്റിലൂടെ ആണെങ്കിൽ അതല്ല നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് വഴി വേണമെങ്കിൽ ചോദിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ എന്താ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പ്രോഡക്റ്റൊക്കെ ഞാൻ അതിലാണ് ഇടുന്നത്. പുതിയ പ്രോഡക്റ്റൊക്കെ വരുന്നതൊക്കെ ഇടുന്നത് അതിലാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ എന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ യൂട്യൂബ് പോലെ അത്രയ്ക്കും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ലിങ്ക് പിന്നെ എടുത്ത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ലിങ്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടും. നമുക്ക് അവിടെയും ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ദിവസം. അങ്ങനെ ഞാൻ ചിയാ സീഡ് വെച്ചിട്ട് എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്നാക്ക് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുന്നു. സ്നാക്കിന് പകരം ഞാൻ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇന്നത്തെ ദിവസം. ഇനി നമുക്ക് 18ാമത്തെ ദിവസം പഴയ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.